5 വർഷത്തിനുള്ളിൽ KSFE-യിൽ 3900 പേർക്ക് നിയമനം നൽകിയതായി മന്ത്രി KN ബാലഗോപാൽ. KSFE ഗാലക്സി ചിട്ടി മെഗാ ബെമ്പർ സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര അമ്പലക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ KSFE ഒന്നാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു. 1,12,856 കോടി രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നത്. ഉയർന്ന സേവന വേതന വ്യവസ്ഥ നൽകുന്ന സ്ഥാപനമാണ് KSFE എന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. KSFE ഗാലക്സി ചിട്ടി മെഗാ ബമ്പർ സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര അമ്പലക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 167 ഓഫീസ് അറ്റൻഡർമാർ ഉൾപ്പെടെ KSFE-യിലെ ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ഉടൻ നിയമിക്കും. വിദ്യാഭ്യാസ ലോൺ, പ്രവാസി ലോൺ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏറെ ജനോപകാരമാണ്. KSFE-യുടെ ഫണ്ട് ഉപയോഗിച്ച് വയനാട് ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് ആശുപത്രി ബ്ലോക്ക് നിർമ്മിച്ചത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും മന്ത്രി പറഞ്ഞു. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നാം സ്ഥാനമുള്ളത് KSFE. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് KSFE ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. 1,00,000 കോടിയുടെ ചിട്ടി. ആ 1,00,000 കോടിയായിരിക്കുന്നു കേരളത്തിലെ KSFE-യുടെ ആകെ ബിസിനസ് സംബന്ധിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ യോഗം ചേരുമ്പോൾ KSFE ബിസിനസ് 1,12,886 കോടിയായി കുറച്ചു. 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബിസിനസിന്റെ ഇരട്ടികളിൽ 50,000 കോടി താഴെയായിരുന്നു. ഇരട്ടിയിലധികമായി KSFE-യുടെ ബിസിനസ് വർദ്ധിച്ചിരിക്കുന്നു. ഇടപാടുകാർ എണ്ണം കൂടിയിരിക്കുന്നു. KSFE ചിട്ടി എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി നമ്മൾ അറിയാതെ തന്നെ ഓരോ മാസവും ചെറിയൊരു തുക, വലിയ തുകയായാലും ചെറിയ തുകയായാലും അടച്ച് അതൊരു വലിയ സമ്പാദ്യമാവുന്ന പദ്ധതിയാണ് ചിട്ടി. ചിട്ടിയുടെ കൂടെ മറ്റു പല കാര്യങ്ങളും KSFE നടത്തുന്നുണ്ട്. കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. KSFE കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ഗാലക്സി ചിട്ടിവരിക്കാർക്കുള്ള മെഗാ സമ്മാനമായ മേഴ്സിഡസ് ബെൻസ് കാർ ഇരിങ്ങാലക്കുട സ്വദേശി KV ഷക്കീലിന് മന്ത്രി കൈമാറി. മേഖലാതല സമ്മാനങ്ങളായി പ്രഖ്യാപിച്ച 17 ഇന്നോവ ക്രിസ്റ്റ കാറുകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു മുഖ്യാതിഥിയായി. KSFE ചെയർമാൻ K വരദരാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, കൊട്ടാരക്കര നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ A ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.